ദീപ, ഇട മാറടാ, വണ്ടി വരുന്നു. ദീപ, ദാ മാറ്. ദേവ, നിനക്കിത് എന്താ പറ്റിയത്? വണ്ടി വരുന്ന പോലെ നോക്കാതെ ഇവിടെ ആലോചിച്ചോണ്ട് നിൽക്കാ നീ. ദേവ, ഇട എന്തെങ്കിലും ഒന്ന് പറയും. എവിടെ വെച്ചാടാ ഞാൻ അവളെ കണ്ടുപിടിക്കാം? എത്ര ചെയ്യണ്ടേന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നുക. അവളെവിടെയാന്ന് പോലും അറിയാതെ എനിക്ക് പറ്റുന്നില്ല. ദേവ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. സാധനയ്ക്കൊന്നും വരില്ല, നമ്മൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ അവൾ ആരുടെ കയ്യിലെന്ന് നമുക്കറിയാം. അയാളെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, നമുക്ക് കിട്ടും. സാധനയെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ. ഞാൻ അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് എത്ര കാര്യമുള്ളത്. എല്ലാത്തിനും നേരിടാൻ കഴിയുന്ന എന്റെ ദേവ എവിടെ? നീ എന്താ ഇങ്ങനെയിടാ? വീട്ടിൽ തന്നെ എല്ലാവരും ദുഃഖിച്ചിരിക്കാം, അപ്പൊ നീ ഇങ്ങനെ ആയാലോ? എന്റെ ഓർമ്മയിൽ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്ക് വല്ല അസുഖം വരും. സാധനം കൂടെ നമുക്ക് കണ്ടുപിടിക്കാടാ. ദേവ മോനെ. ദർശ, ഇവനെന്ത് പറ്റി? സാധനം എവിടെയാണെന്ന് ഇതെവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അച്ഛാ. അതാ അവനെങ്ങനെ. എല്ലാത്തിനും കാരണം നാഗേന്ദ്ര. എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നാണോ? തീർക്കും ഞാൻ അവനെ. അവനെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. കുറിച്ച് ഞാൻ നിന്നൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. എന്റെ മോൻ എന്റെ വെറുതയ്ക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ എന്റെ കയ്യിലുണ്ടായേ പറ്റുള്ളൂ. നീ കാരണം അവന് ഒരുപാട് മാറ്റം സംഭവിച്ചു. അതെനിക്കിഷ്ടല്ല. തകൃതിയായ അന്വേഷണത്തിലാണല്ലോ എന്റെ മോൻ. ഒരിക്കലും നിനക്ക് അവളെ കിട്ടില്ലടാ. എല്ലാത്തിനും കാരണം നീയാ. ഞാൻ എന്ത് ചെയ്തെന്നോ? സാധനയുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും രാഹുൽ വർമ്മ എന്ന നീ ഒരൊറ്റൊരാളാ കാരണം. അവളെ സ്നേഹിക്കുന്നവരൊക്കെ നീ കൊന്നൊടുക്കിയില്ലേ? സ്നേഹിക്കാൻ കൂടെ ആളുണ്ടെങ്കിലേ സ്നേഹത്തിന്റെ വില അറിയൂ. ദേവ പ്ലീസ്, എല്ലാം പറയണടാ എനിക്ക്. ഇന്ന് അവള് മരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവനാ. അവളെ മരിക്കുന്ന നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ തന്ത ആ നാഗേന്ദ്രവർമ്മ അവളെ കൊണ്ടുവരിക്കുന്നത് വളർത്താനൊന്നല്ലോ. അവളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും നീ കാരണം. അവളെ കറിയുന്നത് നീ കാരണം. ഇപ്പോഴും അവളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീ ഒറ്റ ആള് കാരണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നാഗേന്ദ്രയുടെ പേഴ്സണൽ ഹൗസും പ്രൈവറ്റ് ഹൗസസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പക്ഷെ അവിടെയൊന്നും ആളുകൾക്കൊന്നുമില്ല. അയാൾക്ക് വേറൊരു കമ്പനി ഉണ്ട്. അതൊരു ഗോഡൗൺ പോലെയാ. അതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ നമുക്കൊന്ന് അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. എന്തായാലും സിദ്ധുവിന്റെ അടുത്തൊന്ന് ചോദിച്ചേക്കാം. അവരെന്തായാലും നാഗേന്ദ്രയുടെ ഒരുവിധം സ്ഥലങ്ങളെ കുറിച്ച് ഒക്കെ അറിയുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ തന്നെ 2 ദിവസം കഴിഞ്ഞില്ലേ? നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. അവിടെ തന്നെയാണോ അവളെ കൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. ഡാഡി അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന കാര്യം മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. എവിടെ എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് പ്രശ്നമാവും. പ്രശ്നമായാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്റെ സാധനം വേണം. അവൾ അവിടെ തന്നെ ആയിരിക്കും. എനിക്ക് കുഴപ്പമുണ്ട്. നിനക്ക് എങ്ങനെയത്തെ ഉറപ്പ്? അവളെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാൻ ഡാഡി തീരുമാനിച്ചാലോ? വേറെ എവിടേക്ക് മാറ്റില്ല. അതാ സേഫ് പ്ലേസ്. നീ ദേവയെ വിളിച്ച് പറഞ്ഞേക്ക്. ദേവയെ വിളിച്ച് പറയാനോ? നീ ഓക്കെ അല്ലേ? വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സിദ്ധു, ഞങ്ങളിപ്പോ തന്നെ അങ്ങോട്ട് വരാം. താങ്ക് യു സിദ്ധു. ദേവാ, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ സാധനം ഉണ്ടെന്നാ ഇപ്പൊ സിദ്ധു വിളിച്ച് പറഞ്ഞത്. അവരങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് പോവാം. എന്തിനാ വേഗിക്കുന്നേ? ഇപ്പൊ തന്നെ പുറപ്പെടാം. നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞാനുണ്ട്. സാധനം കൊണ്ടുവരാനല്ലേ? അഖില, ഇത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. നീ വരേണ്ട ആവശ്യമില്ല. അതൊന്നും ശരിയാവും. സാധനം കൊണ്ടുവരാൻ ഞാനും വരും. അവളെ ആരെ പിടിച്ചുവെച്ചാ അവന്മാർക്ക് 2 ഇടി അടിയൊക്കെ എനിക്ക് കൊടുക്കണം. അതെ, എന്നെ ചെറുതായിട്ടൊന്നും വേണ്ട. എനിക്ക് അടിയിടിയൊക്കെ അറിയാം. വരുന്നവര് വാ, അല്ലാത്തവര് വരണ്ട. എനിക്ക് പോണം. ഞാൻ പോകുന്നു. ദർശ ചെല്ല്.
അഖില മോളെ സൂക്ഷിച്ചോണം. മോളെ ശ്രദ്ധിക്കണം. നിങ്ങളെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്തേക്ക്, ബാക്കി ഞാൻ ചെയ്തോളാം. സാധന, അവളൊന്നും ചെയ്യരുത്. എന്റെ മുന്നിൽ എന്റെ മക്കൾ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് ഈ ഒരു പെണ്ണിന് വേണ്ടി. ഇത്ര കാലം തീറ്റിപ്പോറ്റി വളർത്തിയുണ്ടാക്കിയതിന്റെ നന്ദിയാണോ നിങ്ങൾ മൂന്നും കാണിക്കുന്നത്? വളർത്തി, ഒരു ചെന്നായെ പോലെ വളർത്തി, മറ്റുള്ളവരെ പിച്ച് ചെയ്യാൻ വേണ്ടി. സ്നേഹം എന്താണെന്നോ ദയ എന്താണെന്നോ ഞങ്ങളുടെ ആരുടെയും മനസ്സിലില്ല. അതാ ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ ഡാഡിയാണെന്നും പറയുന്നുണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും സ്നേഹം ഞങ്ങളുടെ അടുത്ത് കാട്ടിയിട്ടുണ്ടോ? ഡാഡി ആയതുകൊണ്ടാ നിന്നൊക്കെ വളർത്തി ഇത്രയും വലുതാക്കിയത് തന്നെ. അല്ലെങ്കിൽ പിച്ചെടുത്ത് ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി വയറു മുറുക്കി കിട്ടി നടന്നതിനില്ല. ഇപ്പൊ ഒരു പെണ്ണ് വന്നപ്പോ ഡാഡിയെ തള്ളി പറയുന്നു. കൊല്ലു ഞാൻ ഇവിടെ. ഏയ്, അവളെ കൊല്ലാൻ നിന്നോ? നിങ്ങളെ ഞാൻ കൊല്ലും. നോക്കി നിൽക്കത് എന്നാലും ഓടിച്ചെറോ. ഡാ, അയ്യോ, എന്നടിക്കുന്നടാ. ആഹാ, വാടാ വാടാ, എനിക്ക് കുൻഫോറയാ. എടാ നിന്നെ ഞാൻ അയ്യേ, ഇതിനെന്ത് പറ്റി? എന്തോന്നടി? എടാ എന്നെ അവനെ അടിച്ചിട്ടടാ. അപ്പൊ ഞാൻ തിരിച്ച് നല്ലത് കൊടുത്തു. എനിക്കിങ്ങനെ ബോധം പോയി. ഇവളെ ഞാൻ, നീ ഇവിടെ നിന്ന് ഞാൻ കളിച്ചോടുന്നോ? ബുള്ളറ്റിൽ തന്നെ മണ്ടയ്ക്ക് കയറും. അവിടെ വെടി തുടങ്ങി. അയ്യോ വീഡിയോ, ഞാൻ അടി മാത്രം പ്രതീക്ഷിച്ചുള്ളൂ. ഓടിക്കോടാ. അയ്യോ, എന്നൊന്നും ചെയ്യില്ലല്ലോ. വീടടാ വീട്. സാധന 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 എഴുന്നേക്ക്. സാധന എഴുന്നേക്കടാ. ഇങ്ങനെ പോയ ശരിയാക്കില്ല. തീർക്ക തന്നെ വേണം. സാധന സാധന, നോ ഡാഡ്. Dad, 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 Dad. നീ എനിക്ക് വേണ്ടിയാണോ കരയുന്നത്? എന്തിനു വേണ്ടി അതൊക്കെ? സോറി കൊണ്ട് ഒന്നും തിരുത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിന്റെ കൂടെയുള്ളവരെല്ലാവരെയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ, കൊല്ലാനോ കഴിയില്ല സാധന. കുറച്ച് ദിവസങ്ങളെങ്കിലും നീ എൻ്റെ കൂടെ അഭിനയിച്ചു നിന്നില്ല. അതും മതി എനിക്ക് ഈ ജീവിതത്തെ സന്തോഷിക്കാൻ. ഓർമ്മകളായിട്ടും നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നത് എനിക്ക് അതിലേറെ സന്തോഷം. നിന്റെ മനസ്സിൽ ഇനിയൊരു സ്ഥാനം എനിക്ക് ഉണ്ടാവില്ലേ? ഐ ലവ് യു സാധന. இப்போ எல்லா பிரச்சனையும் முடிச்சு 1 month ஆயிடுச்சுல்ல. நாங்கள் திரும்பி போகலான்னு நினைக்கிறேன். சாதனையும் கூட்டிட்டு போகலான்னு நினைக்கிறேன். ஏன்னா அவருக்கு இந்த கல்யாணம் பிடிக்கலല്ലേ. അയ്യോ അളിയ, അളിയനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. അത് പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. അളിയ പോകുന്ന എന്തിനാ? നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? നമ്മളത് ഒരു കുടുംബമല്ലേ. പിന്നെ സാധനമോട് എൻ്റെ മരുമോളാ. എന്തിനേട്ടാ അവർ രണ്ടുപേരും ഒന്നിപ്പിക്കുന്നേ? അവർക്ക് തമ്മിൽ ഇഷ്ടമല്ലല്ലോ. സാധനയുടെ ജീവനും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ദേവി കല്യാണത്തിന് സമ്മതിച്ചത്. അവന്റെ ജീവിതം നശിപ്പിക്കുന്നത് അത്ര നന്നൊന്നല്ല ഏട്ടാ. അവന്റെ ഇഷ്ടത്തിന് വിട്ടൂടെ അവനെ. അയ്യോ എന്നെ അങ്ങനെ പറയരുത്. അല്ല അമ്മേ, സത്യമായിട്ടും എനിക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ്. സാധന എൻ്റെ ജീവനാ. അവൾക്കാ എന്നോട് ഇഷ്ടമല്ലായക. എന്നോടത്ത് മുഖം തിരിച്ച് നടക്കുന്നു. അവിടെ പിന്നാലെ ഞാൻ കുറേ നടക്കുന്നു. എത്ര പറഞ്ഞാലും അവൾ എൻ്റെ ഭാര്യയല്ലേ. ഞാൻ അവളെ ആർക്കും വേണ്ടിയിട്ടും വിട്ടുതരാൻ തയ്യാറല്ല. என்னதான் சொல்ற? உனக்கே மருமகனை பிடிக்காதா? நீ சொல்லு.
உண்மை சொல்லு அப்பா கிட்ட. உனக்கு என்ன பிடிக்குமோ அதை அப்ப பண்ணுவேன். உனக்கு இந்த மேரேஜ் வேணான்னா சொல்லு, நமக்கு டிவோர்ஸ் பண்ணிடலாம். அப்பா உன் கூடதான். சொல்லு கண்ணா. அப்பா അത് എനിക്ക് പിടിക്കാതെ ആണാ എനിക്ക് പിടിക്കും. അയ്യോ മോളെ, എന്താ ഈ പറയുന്നത്? അവള് നമ്മളെ കളിപ്പിക്കുന്നതാ. ഇഷ്ടമാണ് എന്നാ ഇഷ്ടമല്ല എന്തുവാടി അതിന്റെ അർത്ഥം? മര്യാദയ്ക്ക് പറ, ദേഷ്യം പിടിപ്പിക്കരുത് ഞങ്ങളെ. അമ്മ திட்டாதே, எனக்கு அவரை பிடிக்கும். ஆனால் அவர் என்ன எப்போ பார்த்தாலும் திட்டிக்கிட்டே இருப்பா. அதனால நான் கொஞ்சம் யோசிக்கிறேன். அவருக்கு என்ன பிடிக்குன்னு சொன்னா, ஆனால் அவர் என்ன திட்டுன பார்த்தா. തിട്ടിക്കിട്ടേ ഇരിപ്പയാ? അങ്ങനെന്നാ അയ്യോ ചീത്ത പറയുന്നെന്നോ? സത്യമായിട്ട് മനഃപൂർവ്വമല്ല, ആ സമയത്ത് സംഭവിച്ചു പോകുന്നതാ. എന്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അതും പറഞ്ഞ് നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോകരുത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ട സാധന. നിനക്ക് ഞാനും എനിക്ക് നീയും നമുക്ക് നമ്മുടെ മക്കളും, അതാണ് നമ്മുടെ സ്വർഗം. നീ അത് മറക്കരുത്. മോളെ സാധന അമ്മയ്ക്ക് വേണ്ടി പോവല്ലടാ. അതൊരു പൊട്ടൻ. അവൻ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുള്ളൂ. കാര്യാക്കണ്ട. കുട്ടികളും മക്കളും വരെ എത്തിയവൻ. സത്യമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ട സാധനം തന്നെ. നീ എവിടെ പോയാലും അവിടെ ഞാൻ വരും. இப்படின்னு சொல்ல வேணாம், நான் போக மாட்டேன். எனக்கு உங்களை ரொம்ப பிடிக்கும். அப்படி வா என் கண்ணு, என் വഴിക്ക് വാ ചെല്ലോ. ഐ ലവ് യു. എന്തായാലും ആ നാട്ടിൽ ഞങ്ങൾക്കിപ്പോൾ ആരുമില്ല. ഇനി മോളുടെ ഒപ്പം ഇവിടെ തന്നെ ആവാം. ബിസിനസ്സൊക്കെ ഇവിടെ നടത്താലോ. ഞങ്ങള് കല്യാണം കഴിയാത്ത കുറച്ച് പേര് ഇവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞവരപ്പോൾ സെറ്റായില്ലേ, ഇനി കല്യാണം കഴിയാത്ത ഞങ്ങളൊന്ന് കഴിപ്പിച്ചുകൂടെ നിങ്ങൾക്ക്? അതിന് നിനക്ക് ആദ്യം പ്രായമാവട്ടെ ചെക്ക. പ്രായമാവട്ടെ എന്നോ? ഇനി എപ്പോഴും എൻ്റെ മൂക്കി പഞ്ഞി വന്നിട്ടാണോ? അപ്പൊ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളുണ്ടായാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ലല്ലോ. തട്ടിപ്പോയില്ലേന് മുന്നേ. കുരുത്തം കേട്ടവനെ. ആഹാ, നിനക്ക് മനസ്സിൽ അതാണോ വിചാരം ഞങ്ങൾ തട്ടിപ്പോണെന്ന്? നിന്റെ കല്യാണം ജന്മത്തിൽ ഞാൻ നടത്തില്ലടാ. നടത്തണ്ട, ഞങ്ങൾ ലവ് ചെയ്ത് നടന്നോളൂ. എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. അയ്യടെ വലുമേ ഉണ്ടായിരിക്കും. ഞാൻ അവിടെ ചെത്ത് ചെറുക്കനും കിട്ടിയ കെട്ടി അവന്റെ കൂടെ അങ്ങ് പോകും. അയ്യോ, അപ്പനും ചായച്ചേ പെണ്ണും ചായച്ചേ, ഞാൻ സന്യാസിയായി പോയി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. അയ്യേ, സ്നേഹിച്ച പെണ്ണിനടക്കം ഇവനെ വേണ്ട. എടേ ദർശ, എണീക്കടാ. എഴുന്നേറ്റ് വാ മനുഷ്യനെ, നാണം കെടുത്താതെ. അയ്യോ അയ്യോ. என்ன பண்றீங்க? എനിക്ക് വലിക്കത്. സാധന, നിന്റെ മനസ്സിലെ രാഹുലിനൊരു ചെറിയൊരു ഇടം ഉണ്ടെന്ന് എനിക്കറിയാം. അതങ്ങ് വലിച്ച് ദൂരെ കളഞ്ഞേക്ക്. ഈ ജന്മം മുഴുവൻ നീ എന്റേത് മാത്ര. ഈ ജന്മം വേണ്ട, അടുത്ത ജന്മം, അതിന്റെ എല്ലാ ജന്മം നീ ആയിരിക്കണം എന്റെ വൈഫ്. எல்லா ஜென்மம் உங்க கூடயா? உங்களுக்கு என்ன அவ்வளோ பிடிக்குமா? நீங்க தப்பா எடுத்துக்காதுங்க. രാഹുൽ, സോറി, തമിഴിൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? രാഹുലിന് എൻ്റെ മനസ്സിൽ പ്രണയമൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു സിമ്പതി, അതൊരിക്കലും പോവില്ല. എൻ്റെ മനസ്സിൽ പ്രണയം ആദ്യമായിട്ട് തോന്നിയതും അവസാനമായിട്ടുള്ളതും നിങ്ങളോട് മാത്രം. എനിക്ക് ഉങ്ങളെ ரொம்ப പിടിക്കും. സിമ്പതിക്കാലും നിന്റെ മനസ്സിൽ മറ്റൊരുത്തന്നെ ആവശ്യമില്ല, മനസ്സിലായോ? എന്താണ് സാറേ മുഖത്തൊരു വീർമത? വല്ല വിമ്മും കലക്കി തന്നു ആരെങ്കിലും? അതോ വേറെന്തെങ്കിലും പ്രശ്നം? വിമ്മ കലക്കി തരുന്ന നീയല്ലേ? ഇപ്പോ നീ എനിക്ക് വിമ്മല്ലല്ലോ കലക്കി തന്നിരിക്കുന്നത്, പ്രണയത്തിന്റെ മധുരവിങ്ങി കലക്കി തന്നിരിക്കല്ലേ. എടി എന്റെ ഭാര്യ, നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിനക്ക് അറിയോ? അറിഞ്ഞില്ലെന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നാ മതി. എല്ലാവരും ഇവരെ അറിഞ്ഞിരിക്കുന്നു. അമ്മായി എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ രജിസ്റ്റർ മാരേജ് ചെയ്തെന്നുള്ളത്. വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു. ഡാഡിയുടെ ഭാഗം നല്ല എനിക്ക് കേട്ടിട്ടുണ്ട്. ആകെ മകളുടെ കല്യാണം കാത്തിരുന്നിട്ട് അവര് പോലും അറിയാതെ നടത്തിയെന്നും പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസമില്ലടി. എങ്ങാനും എസ് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നീ മാറ്റി പറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയല്ലോ. അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ മാരേജ് വേഗം നടത്തിയത്. പിന്നെ നമ്മളായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവരും അറിഞ്ഞില്ലേ. ഇനിയിപ്പോ എന്താ, നിന്റെ ഡാഡിക്ക് സന്തോഷിക്കാലോ. പൈസക്ക് ചെലവില്ലാതെ മോളുടെ കല്യാണം നടന്നു കിട്ടിയില്ലേ. എന്തിനാ നാലാളെ കല്യാണം കാണിച്ച് അവരുടെ കുറ്റം മുഴുവൻ കേൾക്കുന്നേ? അത് വിട് നീ. അത് വിട്ടിട്ട് നീ എന്നെ പിടിയിടി. മനസ്സിലെ മോഹം കൊള്ളാലോ. ഞാൻ മോഹിക്കാതെ തന്നെ നീ എനിക്ക് എല്ലാം തരണം. മോഹിച്ചാലും എന്താടി തെറ്റ്?
ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടില്ലെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നമ്മൾ രണ്ടുപേരും ഒപ്പിട്ട് വാരി പടുത്തക്കന്മാരല്ലേ. അപ്പൊ പിന്നെന്താടി, നിനക്ക് ഞാൻ താലി കെട്ടി തരാടി. നിങ്ങൾ താലി കെട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ പിടിച്ചോളാം, പോരെ? അതും പറഞ്ഞ് ഈ സമയം എങ്ങനെ കളയാൻ നിൽക്കണോ? എന്നാச்சு നീരജ, ഉനക്ക് തൂക്കം വരില്ലയാ? എന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയത്. നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടന്നത് മറ്റൊന്ന്. പാവം നമ്മുടെ കുട്ടി എത്ര അനുഭവിച്ചു. പിന്നെ അശ്വൻ, എല്ലാ ഓർമ്മകളും മനസ്സിൽ നിന്ന് എങ്ങനെ മായും? ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായല്ലോ. ഏതെങ്കിലും ഒരു കോണിൽ അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ടോ. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്നാലും നമ്മുടെ മോളുടെ സന്തോഷമല്ലേ ഇപ്പോൾ വലുത്. അവളെ നമ്മൾ ഇനിയും പഴയ രീതിയിലേക്ക് തള്ളി വിടരുത്. അവൾ ഒരുപാട് അനുഭവിച്ചല്ലേ. പഴയ ഓർമ്മകളില്ലാതെ അവൾ സുഖമായിട്ട് ജീവിക്കേണ്ടോ. ഹലോ, ആരായി സംസാരിക്കുന്നത്? ഓ, ആരായി ഗംഭീര ശബ്ദത്തില്? എനിക്ക് രാത്രി നൂഡിൽസ് മതി. ഈ കുറുക്കിയതൊന്നും എനിക്ക് തരരുത്. ഈ കൊച്ചു കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് നല്ലതല്ല. അയ്യോ, അച്ഛമ്മയുടെ കുട്ടിക്ക് അത് അമ്മോട് പറഞ്ഞൂടെ? അമ്മോട് പറഞ്ഞ അമ്മനെ തച്ചും. അച്ഛമ്മനെ സപ്പോർട്ട് ചെയ്യുന്നേ. അമ്മമ്മോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പ്രായവരെ കയ്യിലെടുത്ത് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ ഞങ്ങള് ചീത്ത കേട്ടോട്ടേന്ന്. അല്ല, കൂടെ വേറൊരാളും കൂടി ഇല്ലേ? ധനുസർശൻ എന്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ്. ഇനി ഞങ്ങളെ പറ്റിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും നടപടികൾ എടുക്കും. ഞാനുണ്ട് കൂടെ. പറഞ്ഞു കൂടെ ഉണ്ടോ? രണ്ടിനെ കൈ കിട്ടിയാലുണ്ടല്ലോ ശരിയാക്കും. അച്ചോ, തനു പനി പാളി. ഓടിക്കോ അച്ചോ, ആദ്യം നിക്ക്, ഞാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാ ആ രണ്ട് കുരുത്തം കെട്ടിനെ നാശാക്കുന്നേ. ഞങ്ങള് നാശാക്കുന്നല്ല, ആ കുഞ്ഞുങ്ങളെ കൊഞ്ച പാവാ. അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തൂടെ? ഇങ്ങനെ ക്രൂരായിട്ടുള്ള അമ്മമാരാവരുത് രണ്ടും. അമ്മ, ഇത് കൊഞ്ചക്കൂടി നല്ലതല്ലേ? എനിക്ക് ചെറുപ്പത്തിൽ ഇതൊന്നും സാധിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഒക്കേത്തിനും തിരിച്ചു പറഞ്ഞ് അമ്മയുടെ ഇഷ്ടത്തിന് നടത്തിച്ചിട്ട് ഇപ്പൊ അമ്മൂമ്മയായപ്പോ അതിന് മാറ്റം വരുത്തുന്നു. ഇത് നല്ല പരിപാടിയൊന്നല്ല. ആ കൊച്ചുങ്ങളെ അങ്ങനെ ടോർച്ചർ ചെയ്യാതെ നീ ഇവിടെ വന്നേ, എന്റെ കൂടെ വാ. എനിക്ക് നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമുക്കങ്ങ് പോവാതെ. അതില ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് നിന്റെ അടുത്തും പറയാനുണ്ട്. വേഗം വന്നേ, ഇനി നടക്ക് വേഗം.